രാം നാരായൺ രാം. ഇന്നൊരു പ്രശ്നം കൂടി ഉണ്ടായി. അത് ദിവസേന വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അത് ചേരുവകളാണ്. അവിടെ ഈ നാളുകളിൽ എല്ലാ കാര്യത്തിലും ചേർത്തുവെക്കലാണ്. ഭക്ഷണ സാധനങ്ങളിൽ ചേർത്തുവെക്കൽ, വസ്ത്രങ്ങളിൽ ചേർത്തുവെക്കൽ, പഠനത്തിൽ ചേർത്തുവെക്കൽ, ഇത്രയും ഇന്ന് ബന്ധങ്ങളിൽ പോലും ചേർത്തുവെക്കൽ. ഇവിടെ ഒരു സാധുവായ പദാർത്ഥമില്ല. ഇതിന് ഏറ്റവും വലിയ കാരണം എന്താണ്? നിങ്ങൾ എല്ലാവരും ഇതിനെക്കുറിച്ച് ചിന്തിച്ചു കാണുകയുണ്ടായിരിക്കുക. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ഇതിന്റെ പിന്നിലെ കാരണം എന്താണ്? ഇതിനൊരു മാത്രം കാരണം ഉപാധിയാണ്. ഓരോ വ്യക്തിയും ഒരു ഭൂമിയിൽ തന്റെ സ്വന്തം അടിയന്തര അവകാശം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അതിനാൽ മറ്റാരെങ്കിലും എത്രത്തോളം ദോഷമുണ്ടാകുന്നാലും ഈ ഉപാധി നീക്കുന്നതിനായി നമ്മുടെ മഹാഗുരു നടപടികൾ സ്വീകരിച്ചു. ഈ ഉപാധി ഒഴിവാക്കുന്നതുവരെ ഭൂമിയിൽ സമാനത ഒന്നും ഉണ്ടാകുന്നില്ല. ഇവിടെ ഓരോ വ്യക്തിയുടെയും അവകാശങ്ങൾക്ക് അന്യായമായി പരിഹാരം കാണപ്പെടുന്നു. ചിലർക്ക് അവരുടെ ജന്മസഹായ അവകാശം നൽകിയിട്ടില്ല. ലോകത്തെ എല്ലാവരും സമാനമായതായി ജനിക്കുമ്പോൾ അവരുടെ ജന്മാവകാശം എങ്ങനെ കൈക്കൊള്ളാനാവും? ജന്മാവകാശം എല്ലാവർക്കും ലഭിക്കണം. ഭൂമിയിലെ എല്ലാവരെയും സമാനമായി കാണണം. പാരമ്പര്യ വശീകരണങ്ങളും ജാതിയും ഉയരത്തിനും താഴിതല കുറ്റങ്ങളും ഇല്ലാതിരിക്കണം. എന്നാൽ ഈ ഉപാധി നീക്കം ചെയ്യപ്പെടാതെ ഇത് സാധ്യമാകാനായിട്ടില്ല. അതിനാൽ ലോകത്തിലെ എല്ലാവരും ഒരുമിച്ചു സംസാരിക്കുകയും പ്രവർത്തനങ്ങൾ ചെയ്യുകയും വേണം. ഈ കാലഘട്ടത്തിൽ എവിടെ നോക്കിയാലും മറ്റൊരാളെ മറികടക്കുന്നതിന് സമരം തുടരുന്നു. ഓരോ വ്യക്തിയും മറ്റൊരാളെ മറികടന്ന് മുന്നോട്ടു പോവാൻ ആഗ്രഹിക്കുന്നു. അവർക്കു അവരുടെ തന്നെ സുഖം മാത്രമേ വേണ്ടൂ. അതിൻ്റെത്താൽ സ്വാർത്ഥത മാത്രമാണ്. എന്തുകൊണ്ട് മനുഷ്യൻ മറ്റൊരാളെ പരിഗണിക്കാതെ ദ്രവ്യങ്ങളുള്ളതാണ്? രാജ്യത്തിന്റെ വികസനം എങ്ങനെ നടക്കും? അത് ആരും ചിന്തിക്കുന്നില്ല. ഓരോ വ്യക്തിയുടെയും മനസ്സിലും ബോധവും ഉള്ളതാണ്. സ്വന്തം മനസ്സിൽ ബോധത്തിൽ ചേർന്നിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ശരിയായ ജ്ഞാനം അനുഭവപ്പെടും. ശരിയായ ജ്ഞാനം ലഭിച്ചപ്പോൾ വിജയത്തെ പാതയിൽ നിങ്ങൾക്ക് ശരിയായ മാർഗം കാണും. ഈ ലോകത്തിലെ എല്ലായ്പ്പോഴും ദാനമായിരിക്കുന്നു. അത് ആകാശത്തിൽ നിന്നാണ് ഊർജ്ജം ലഭിച്ച് പ്രകൃതി ഉണ്ടാകുകയും പ്രകൃതിയിൽ നിന്ന് നമ്മൾ ഉണ്ടാകുകയും ചെയ്യുന്നു. ഞങ്ങളുടെ ബോധം നമ്മെ തുടർച്ചയായി ജാഗ്രതയ്ക്കു കാണിക്കുകയും തെറ്റായ കാര്യം ചെയ്യുന്നെങ്കിൽ നമ്മെ എരിക്കും. എല്ലാവരും ഒരേ ഭൂമിയുടെ ജീവികളാണ്. എല്ലാവരും ഒരേ ഭൂമിയിൽ ജീവിക്കുന്നു. ഭൂമിയിലെ ഒരു മാത്രമായിരിക്കേണ്ട മതമാണെങ്കിൽ പ്രകൃതിയും ആകാശവുമാണ്. അതുപോലെ ഒരു മാത്രമായിട്ടുള്ള ജാതി, അത് ജീവജാതിയാണ്. ഈ ഭൂമിയിൽ മതപരമായ രാഷ്ട്രീയവും ജാതിവിവക്ഷവും ഭരണഘടനാ വിഷയവുമുണ്ടെങ്കിൽ അവിടെ പരസ്പരം സാന്ദ്രത ഉണ്ടാകാൻ കഴിയുന്നില്ല. 84 ലക്ഷം ബോധനങ്ങൾ കഴിഞ്ഞാൽ മനുഷ്യജീവിതം ലഭിക്കുമ്പോഴും മനുഷ്യൻ മറ്റൊരാളെ തകർത്ത് ഒരു വലിയ ശത്രുവാണ്. ഈ സാഹചര്യത്തിൽ ഞങ്ങൾ രാം നാരായൺ രാം എന്ന പേരിൽ ബന്ധിപ്പിക്കുന്നതുണ്ട്. കാരണം രാം നാരായൺ രാം മാത്രമേ നിങ്ങൾക്ക് സങ്കലന ജീവിതം ശരിയായ ദിശയിൽ കൊണ്ടുപോകുന്നത്. ഒരു വ്യക്തി രാം നാരായൺ രാം എന്ന പേരിൽ ബന്ധിപ്പിച്ചാൽ അവന് ഒരു പുതിയ ദൃഷ്ടികോണം, പുതിയ ശക്തി ലഭിക്കും. ഈ ജപിക്കുക എന്നിവ ചെയ്യുക. തുടർന്ന് കാണുക നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ അനുകൂലമായ മാറ്റങ്ങൾ വരുന്നു.